ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവറിയുടെ ഉന്നതങ്ങളിൽ ഒരു മരക്കുരിശിന്മേൽ മൂന്നാണികളെ തറയ്ക്കപ്പെട്ട് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചു. അരിമത്യക്കാരനായ യോസേപ്പ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ കർത്താവിനെ അടക്കം ചെയ്തു. ആ കല്ലറയെ മടക്കിക്കൊടുത്ത കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ആ ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ, ലേഖനങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ഒക്കെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോവിൻ്റെ അമ്മ മറിയ കർത്താവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്കടുക്കൽ അവരെത്തിക്കഴിഞ്ഞപ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. കർത്താവിനെ കാണുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 5-ാം വാക്യത്തിൽ അപ്പോൾ അവിടെ വെളിപ്പെട്ട ദൂതൻ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ദൂതന്മാർ വെളിപ്പെടുത്തി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. കർത്താവിനെ സ്നേഹിച്ച പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്കടുക്കൽ വന്നു എങ്കിൽ കർത്താവിനെ കണ്ടില്ല. അപ്പോൾ ദൂതൻ്റെ വെളിപ്പെടുത്തൽ, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. കർത്താവിൻ്റെ വ്യക്തമായിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കർത്താവ് ജീവനോട് ഇരുന്നപ്പോൾ താൻ ഉപദ്രവമേൽക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും വെളിപ്പെടുത്തി. യേശുവിൻ്റെ ആളത്വം ഉയർപ്പിനെ ആവശ്യമുള്ളതാകുന്നു എന്ന് വ്യക്തമാണ്. സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാൽ യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. കർത്താവ് ദൈവപുത്രനാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് രക്ഷകനായി ഇറങ്ങി വന്ന നിസ്തുല്യനായ കർത്താവാണ് യേശു. വിരോധികൾക്ക് പോലും ക്രിസ്തുവിൻ്റെ അതുല്യതയെ അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ലോക ചരിത്രത്തിൻ്റെ നട്ടെല്ലായ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആ വ്യക്തിത്വത്തിന് പോലും ആവശ്യം ആയിരുന്നു എന്ന് കാണുവാൻ കഴിയും. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട വ്യക്തിയായിരുന്നു നസറേത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു. റോമാലേഖനം 1:5. ക്രൂശീകരണത്തിന് മുമ്പ് ക്രിസ്തു തന്നെ തൻ്റെ മരണത്തെയും ഉയർപ്പിനെയും പറ്റി പലയാവർത്തി പലവട്ടം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരുന്നു എന്ന തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെയും ഉയർപ്പിനെ പറ്റിയും അതിനോട് ചേർത്ത് കർത്താവ് വെളിപ്പെടുത്താതിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം, മർക്കോസ് 8:31, ലൂക്കോസ് 9:22. കർത്താവ് പറഞ്ഞതുപോലെ മരണം നടന്ന സ്ഥിതിക്ക് ഉയർപ്പും നടക്കാതിരിക്കുമോ? ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇപ്രകാരം വെളിപ്പെടുത്തി, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും. മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത്. അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. മർക്കോസ് 4:28, 9:9.
യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ശേഷം ശിഷ്യന്മാർ കർത്താവ് മുൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർക്കാതിരുന്നില്ല, അവർ ഓർത്തു. ഏതൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട വ്യക്തിയുടെ സാക്ഷ്യമൊഴി വ്യക്തമായിട്ട് പരിഗണിക്കേണ്ടതാണ് എന്ന് കാണുവാൻ കഴിയും. യേശുവിനോട് നമുക്കൊന്ന് ചോദിക്കാം, യേശുവെ, അങ്ങ് വാസ്തവമായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതാണോ? കർത്താവിന് പറയാനുള്ള മറുപടി ഇപ്രകാരമാണ്, തിരുവെഴുത്തുകൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തും. കർത്താവ് മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വെളിപ്പാട് 1:18 പറഞ്ഞിരിക്കും, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. രണ്ടാമത് ശിഷ്യന്മാർ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയും അവരിൽ വലിയ മാറ്റം ഉണ്ടാകുകയും ചെയ്തു. കർത്താവിൻ്റെ ഉയർപ്പിലൂടെ അവരിൽ സംഭവിച്ച മാറ്റം, അവരുടെ അത്ഭുതകരമായ പരിവർത്തനം, കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം യേശുവിൻ്റെ മരണം അവരെ വല്ലാതെ തളർത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. ഭയവും നിരാശയും മൂലം മനസ്സിടിഞ്ഞു പോയ അവർ ജനത്തിൻ്റെ മുഖത്ത് നോക്കുവാൻ പോലും ധൈര്യമില്ലാത്തവരായി ഭയന്ന് മുറികളിൽ ഒളിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മതത്തിൻ്റെ അധികാര കേന്ദ്രമായ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സധൈര്യം പ്രഖ്യാപിച്ചു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ. അപ്പോസ്തല പ്രവൃത്തി 2:32, 5:30 മുതൽ വാക്യം. ഈ ശിഷ്യന്മാരിൽ സംഭവിച്ച ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം തന്നെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു, നിരാശരായി, മനസ്സിടിഞ്ഞവരായി തീർന്നു. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഭീരുക്കളെപ്പോലെ ഒതുങ്ങിപ്പോയവർ ധീരന്മാരായിട്ട് ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് നിറയപ്പെട്ട് അവർ പ്രസംഗിച്ചു. അവർ ആരെയും ഭയപ്പെട്ടില്ല. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഭയപ്പെട്ടവർ മുമ്പിൽ ധൈര്യത്തോടെ നിന്നുകൊണ്ട് ലവലേശവും കൂസലില്ലാതെ ധൈര്യത്തോടെ വലിയ പ്രത്യാശയോടുകൂടെ അവർ കർത്താവിനെ പ്രസംഗിച്ചു. അവരുടെ പ്രസംഗത്തെക്കാൾ കനത്ത തെളിവാണ് അവരിൽ വ്യാപരിച്ച ധീരതയും രൂപാന്തരവും. ശത്രുക്കളുടെ നടുവിൽ സങ്കോചമില്ലാതെ അഭിമാനത്തോടെ കർത്താവിനെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞത്. പേടിത്തൊണ്ടന്മാരും പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ശിഷ്യന്മാർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ആയിത്തീർന്നതിൻ്റെ പിന്നിലെ ആഴമായ രഹസ്യമെന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി. അവർ ശക്തിയോടെ പ്രസംഗിച്ചു. ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിൻ്റെയും തോമസിൻ്റെയും ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ക്രൂശീകരണത്തിൻ്റെ തലേരാത്രി ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് ആണയിട്ട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറിച്ച് കാണും. ഈ പത്രോസ് തന്നെയാണ് പിന്നീട് ജീവിതകാലം മുഴുവനും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ രക്ഷയും കുറിച്ച് പ്രസംഗിക്കുകയും ഒടുവിൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുകയും ചെയ്തത്. കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് വിരലിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് ശാഠിച്ച ഒരു വിപ്ലവ
പ്രസക്തിയില്ലാത്ത ഒരു തികഞ്ഞ യുക്തിവാദി ആയിരുന്നു എന്ന് വിശേഷിപ്പിക്കാവുന്ന തോമസ്, ക്രിസ്തു അവന് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക. കർത്താവ് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമായുള്ളൂ എന്ന് അവൻ പറയുവാനിടയായി തീർന്നു. ഈ പറയപ്പെട്ട ശിക്ഷഗണങ്ങൾ തുടർന്നുള്ളവരുടെ ജീവിതത്തിൽ അവരെ ഈ ഒരു നിലയിലേക്ക് ശക്തമായിട്ട് വേർതിരിക്കുവാൻ കാരണമായി തീർന്നത് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോസ്തലിക സാക്ഷ്യം വിശ്വസനീയമാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഒരു കാലത്ത് വിശ്വസിക്കാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് കർത്താവിൽ ആഴമായി വിശ്വസിച്ചു. താൻ നേരിട്ട് കണ്ടതും കേട്ടതുമായ സാക്ഷ്യങ്ങൾ നിരത്തിവെച്ച് പൗലോസ് ഉയർപ്പിൻ്റെ വ്യക്തമായിരിക്കുന്ന വെളിപ്പാടുകളെ സ്ഥാപിച്ചു. ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്കും ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവിച്ചിരിക്കും, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. AD 56 കാലഘട്ടത്തിലാണ് കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുന്നത്. അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഏകദേശം 25 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കും ചിലർ മരണത്തിന് കീഴ്പ്പെട്ടു. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നേരിട്ടുള്ള സാക്ഷികളിൽ മിക്കപേരും ജീവനോടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് ആത്മനിയോഗപ്രകാരം ആത്മനിറവിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ആർക്കും എതിർക്കുവാനോ നിഷേധിക്കുവാനോ കഴിഞ്ഞില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത് വിശ്വസനീയമാണ്. കാരണം മാറ്റമില്ലാത്ത ദൈവവചനമായി ബൈബിൾ വ്യക്തമായിട്ട് ഉയർപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തി. കർത്താവിൻ്റെ ഉയർപ്പെന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം. കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് 4 സുവിശേഷങ്ങളിലും വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. തിരുവെഴുത്ത് വായിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൻ്റെ ആഴമായ സത്യങ്ങൾ സുവിശേഷങ്ങളിലൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. പ്രത്യക്ഷതകളുടെ സാക്ഷ്യം. യേശു തൻ്റെ ശിഷ്യ ഗണങ്ങളുടെ നടുവിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി തന്നെ ഉയർത്തെഴുന്നേറ്റ ശേഷം വെളിപ്പെടുത്തി. പല പ്രാവശ്യമായിട്ട് കർത്താവ് അവർക്ക് വെളിപ്പെട്ടത് ഉയർപ്പിൻ്റെ മറ്റൊരു തെളിവാണ്. കല്ലറയുടെ സമീപത്ത് വന്ന സ്ത്രീകൾക്കും എമ്മൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്കും 5000-ലധികം പേർക്കും ഒരുമിച്ച് ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ തെളിവാണ്. സ്വർഗാരോഹണ സമയത്ത് ക്രിസ്തുവിനെ അനേകരെ കാണുവാനിടയായി തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം. 40 നാളോളം കർത്താവ് അനേകർക്ക് പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തു. ചിലപ്പോൾ ഒരാൾക്ക്, ചിലപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ 2-3 പേർക്ക്, 500 പേർക്ക്,
അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്നുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതയിലൂടെ കർത്താവ് വെളിപ്പെടുത്തി. അടുത്ത ഭാഗമെന്ന് പറഞ്ഞു ഒഴിഞ്ഞ് കിടക്കുന്ന കല്ലറയാണ്. പാലസ്തീൻ്റെ പച്ചമണ്ണിൽ ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്ന ഒഴിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു കല്ലറ നസ്രായനായിരിക്കുന്ന യേശുവിൻ്റെ കല്ലറയാണ്. ഇത് ലോകത്തിനൊരു വെല്ലുവിളിയായിട്ട് ഇന്നും ഒഴിഞ്ഞു കിടക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് കേവലം ഒരു ധാർമ്മിക ചിട്ടയോ സൈദ്ധാന്തികപരമായ തത്വജ്ഞാനമോ അല്ല. ചരിത്ര സത്യങ്ങളിൽ വേരുറച്ച് വളരുന്ന ജീവപ്രസ്ഥാനമാണിത്. ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന വേദപണ്ഡിതൻ ഉയർപ്പിനെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു: ഹേരോദാവിന് ബാല്യത്തിൽ യേശുവിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. സാത്താന് അവനെ ബാല്യത്തിൽ തകർക്കുവാൻ കഴിഞ്ഞില്ല, കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. സാത്താൻ്റെ ശക്തികൾക്ക് ഗതസമനയിലോ കാൽവറിയിലോ കല്ലറയിലോ അവനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അതുല്യതയും അഭിമാനവും പകരുന്ന വിഷയമാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മരണമേശുവിനെ നശിപ്പിച്ചില്ല, കല്ലറയ്ക്ക് അവനെ പിടിച്ചു വയ്ക്കുവാനും കഴിഞ്ഞില്ല. ഒഴിഞ്ഞ കല്ലറ ക്രിസ്തു ജയാളി എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തെ മാത്രമല്ല, ഉയർപ്പിനെ നാം അഭിമാനപൂർവ്വം പ്രസംഗിക്കണം. 1961 ഡോക്ടർ രാധാകൃഷ്ണനെ സന്ദർശിച്ച ചില ക്രിസ്തീയ സ്നേഹിതരോട് താൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളെപ്പോലെ നിങ്ങളുടെ മതവും മരിച്ചതാണ്. നിങ്ങൾ മരിച്ച ക്രിസ്തുവിനെ, ക്രൂശിനെ ശ്ലാഘിച്ചുകൊണ്ട് നടക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശക്തിയെ പ്രസംഗിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഉയർപ്പിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രസംഗിക്കണം. അവൻ മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിൽ ഒതുക്കപ്പെട്ടവനല്ല. കല്ലറയെ തുറന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ്. ദൂതന്മാർ വെളിപ്പെടുത്തി അവനിവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ വന്ന് കാണും. മർക്കോസ് 16:6, മത്തായി 28:6. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും യെരുശലേമിൽ തുറന്നു കിടക്കുന്നു. അനേകായിരങ്ങൾ ദിനംതോറും അവിടെ സന്ദർശിച്ചു കൊണ്ടേയിരിക്കുന്നു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് കല്ലറയുടെ വെളിയിൽ വരണമെങ്കിൽ കല്ല് നീക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വാതിലടച്ചിരുന്നിട്ടും ശിഷ്യന്മാർ കൂടിയിരുന്ന മുറിക്കുള്ളിൽ യേശു കടന്ന് ചെന്നുവെങ്കിൽ താൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ലോകത്തെ അറിയിക്കുവാൻ അത്രേ കല്ലറ തുറക്കപ്പെട്ടത്. ഈ ഉയർപ്പിൻ്റെ സന്തോഷം ജീവിതത്തിൻ്റെ അകത്തളത്തിൽ അനുഭവമാക്കിയ ദൈവപൈതലെ, കർത്താവ് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെടുന്നു ഒരു വ്യക്തി ക്രിസ്തുവിൽ ദൈവത്തിൽ മറയുന്നു. ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യലേഖനം 3-ാം അധ്യായം 1 തെസ്സലോനി 4:16 മുതൽ വെളിപ്പെടുത്തി ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശിക്ഷിക്കുന്ന നാം അവരോടൊരുമിച്ച് രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ ക്രിസ്തുവിനെതിരേൽപ്പാനെടുക്കപ്പെടും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കും.
അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തു എന്ന് പൗലോസ് പറയും. തിരുവെഴുത്തെന്ന് പറയുമ്പോൾ അദ്ദേഹം അർത്ഥമാക്കിയത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്ന തിരുവെഴുത്തെന്ന പദം പഴയ നിയമത്തെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ സങ്കീർത്തനം 16:10 വാക്യമായിരിക്കും, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗത്തിലും അന്ത്യോക്യയിലെ പൗലോസിൻ്റെ പ്രസംഗത്തിലും ഈ തിരുവെഴുത്ത് ഉദ്ധരിച്ചാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ അവർ തെളിയിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 2:31-13-35 യോന പ്രവാചകൻ്റെ അടയാളത്തെപ്പറ്റി യേശു പറഞ്ഞപ്പോൾ അത് പഴയ നിയമ തിരുവെഴുത്തായിരുന്നല്ലോ എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. 3-ാം ദിവസം ജീവനും ശക്തിയും പ്രാപിക്കുമെന്ന സൂചന പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. യോന കടലാനിയുടെ വയറ്റിൽ 3 രാവും 3 പകലും വരുന്നത് പോലെ മനുഷ്യപുത്രൻ അതേ ഒരു അനുഭവത്തിലേക്ക് വേർതിരിക്കപ്പെടുന്നു. യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുന്നത് അവൻ അഗർത്യാഗമായി തീർന്നിട്ട് തൻ്റെ സന്തതിയെ, സഭയെ കാണുമെന്നാണ്. അതിൻ്റെ എല്ലാം പൂർത്തീകരണമായിരുന്നു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. മരണം അവനെ പിടിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ തിരുവെഴുത്തുകളിൻ പ്രകാരം കർത്താവ് മരിച്ചടക്കപ്പെടുക മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അടുത്ത ഭാഗം, ഹേ മരണമേ നിന്റെ ജയം ഇവിടെ. ക്രൂശിൽ ക്രിസ്തു മരിച്ചു. കർത്താവ് മരിച്ച് ഒതുക്കപ്പെടുകയായിരുന്നില്ല. അവൻ്റെ ചരിത്രം അവിടെ തീരുകയായിരുന്നില്ല. അവൻ്റെ ചരിത്രം തുടരുകയായിരുന്നു. 3-ാം ദിവസം ശക്തിയോടുകൂടി ഉയർത്തു. അതിലൂടെ കർത്താവിൻ്റെ മഹത്വത്തെ വ്യക്തമായിട്ട് നമ്മൾ ദർശിച്ചു. ക്രിസ്തു ഉയർത്തു. അല്ലെ, കർത്താവ് ഉയർത്തില്ലായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തു സംഭവിക്കുമായിരുന്നു? യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരും ചിന്നിച്ചിതറി പോകുമായിരുന്നു. അബദ്ധം പറ്റിപ്പോയെന്ന ലജ്ജയോടെ പാലസ്തീൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പിന്നീടൊന്നും അവർ ജീവിക്കുമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അവർ ജീവിക്കുമായിരുന്നു. ഹന്നാവും കയ്യപ്പാവും ഓർത്തോർത്തട്ടഹസിച്ച് ആനന്ദിച്ച് ചിരിക്കുമായിരുന്നു. സാത്താനും അവൻ്റെ ശക്തികളും സന്തോഷ തിമിർപ്പ് കൊണ്ട് ഉല്ലസിച്ചാർക്കുമായിരുന്നു. ജനം എന്തു പറയുമായിരുന്നു? മന്ദിരം 3 നാൾ കൊണ്ട് പണിയുമെന്ന് അവകാശവാദം ഉന്നയിച്ചവൻ എവിടെ? സകല ശത്രുപക്ഷത്തിൻ്റെയും നാവ് അടപ്പിച്ചുകൊണ്ട് ക്രിസ്തു ജീവനിലേക്ക് മടങ്ങി വന്നു ഉയർത്തെഴുന്നേറ്റു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? കർത്താവ് ഉയർത്തെഴുന്നേറ്റതിലൂടെ നമുക്ക് ലഭിച്ച ധാരാളം നന്മകൾ. ക്രിസ്തുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക, യേശുവിൻ്റെ ഉയർപ്പിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ആത്മരക്ഷ. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം ലഭിക്കും. റോമാലേഖനം 10:9-10, 4:25. ഇപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം നമുക്കായി മധ്യസ്ഥത അണയ്ക്കുവാൻ ഒരാളുണ്ടായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് വന്നതും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലൂടെയാണ്. രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു ന്യായവിധി ഉണ്ടെന്ന് വ്യക്തമായി ഉറപ്പാക്കിയത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് സുവിശേഷം. നാം സേവിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വം പുകഴ്ചയും കൊടുക്കുന്ന, നമുക്ക് വേണ്ടി പാപമായി തീർന്ന് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി മരിച്ച കർത്താവ് മരണത്തിൻ്റെ അധികാരി പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി
നിത്യമരണഭീതിയിൽ കിടന്ന സകലരെയും വീണ്ടെടുത്തു. മരണത്തിൻ്റെ കയ്പിനും വിഷമുള്ളിനും ജയത്തിനും അവൻ്റെ മേൽ ജയിക്കുവാൻ കഴിഞ്ഞില്ല. ആ കർത്താവ് അതിനെ ജയിച്ചു. എൻ്റെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ജീവിപ്പാൻ, കർത്താവ് മടങ്ങി വരുമ്പോൾ മരിച്ചടക്കപ്പെട്ടുവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നുവെങ്കിൽ രൂപാന്തരപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.